ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനോർഗാനിക്കിലെ ഒരു ടോപ്പിക്കായ ഇനോർഗാനിക് നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിനെ ഞാൻ ചെറുതാക്കുകയാണ്, കാർബൺ നാനോ ട്യൂബ് എന്ന ടോപ്പിക്കിലേക്ക് ചെറുതാക്കുകയാണ്. അപ്പം ഞാൻ ഇനോർഗാനിക് നാനോ ട്യൂബ്സിനെ കുറിച്ച് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? കാർബൺ നാനോ ട്യൂബിനെ സ്റ്റഡി ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് പ്രിപ്പറേഷൻ വെച്ചായിരിക്കും പറയുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. കാർബൺ നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ്സ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് CNTS. കാർബൺ നാനോ ട്യൂബ്സ് ഹാവ് ബീൻ സിന്തസൈസ്ഡ് ഫോർ ദി തെർമൽ ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. അപ്പം ഡിഫറെൻറ്റ് മെത്തേഡുണ്ട്. സോണിക്കേഷൻ വഴി നമുക്ക് കാർബൺ നാനോ ട്യൂബ് സിന്തസൈസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കെമിക്കൽ പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, സിന്തസൈസ് ചെയ്തെടുക്കാം. പക്ഷേ ഈസിയസ്റ്റ് മെത്തേഡ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി മെത്തേഡ് ഏതായിരിക്കും? തെർമൽ ഡികമ്പോസിഷൻ തന്നെയായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ലാബിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. കാർബൺ നാനോ ട്യൂബല്ല, കാർബൺ നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്ലൂക്കോസ് എടുക്കുക, സ്ട്രോങ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലൂക്കോസിനകത്തെ കാർബണിനെ എന്തായിട്ട് കിട്ടും? ചാർക്കോളായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഇവാപ്പറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ കാർബൺ നാനോ പാർട്ടിക്കിൾസ് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട് നാനോ ട്യൂബ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, നാനോ പാർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കാർബണിൻ്റെ അനദർ ഫോമാണ് ഗ്രാഫീൻ ഷീറ്റ്, ഗ്രാഫീന്, അതുപോലെ തന്നെ ബക്കി ബോൾസ് ഒക്കെ കാർബണിൻ്റെ വേറെ വേറെ ഫോമുകളാണ്. അപ്പം കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് അനദർ ഒരു ഫോമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഈസിയസ്റ്റ് സിന്തസിസ് മെത്തേഡാണ് തെർമൽ ഡികമ്പോസിഷൻ. നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് കാർബൺ നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബിൻ്റെ ഷേപ്പ് ഒരു പെർഫെക്റ്റ് ഗ്രാഫീൻ ഷീറ്റായിരിക്കും. ഗ്രാഫീൻ ഷീറ്റിൻ്റെ ഷീറ്റായിട്ടാണ് അല്ല, പക്ഷേ ഗ്രാഫീൻ ഷീറ്റിനോട് സിമിലർ ആയിരിക്കും. ഷേപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്ത് വെച്ചിരിക്കുക, ഒരു കാർപ്പറ്റ് നിവർത്തിയിട്ടിരിക്കുന്ന ഗ്രാഫീൻ ഷീറ്റും റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കാർബൺ നാനോ ട്യൂബ്, അങ്ങനെ കരുതിയാൽ മതി. അപ്പം അങ്ങനെ അതാണ് പറയുന്നത്, ഗ്രാഫീൻ ഷീറ്റിനോട് സിമിലർ ആയിരിക്കും, പക്ഷേ ആ ഗ്രാഫീൻ ഷീറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിന് നാനോ ട്യൂബ് എന്ന് പറയുന്നത്. ഈ കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുമെങ്കിലും ഇതിൻ്റെ ഫിസിക്കലി കാണാൻ പറ്റുന്നത് ചെറിയ പൊടികളായിട്ടൊക്കെ, ജസ്റ്റ് പൗഡർഡ് ഫോമിലായിരിക്കും. കാരണം എന്താ? അത് നാനോ പാർട്ടിക്കിൾസാണ്. അപ്പം നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് നേക്കഡായി കൊണ്ട് കാണാൻ പറ്റുന്നത് ജസ്റ്റ് പൗഡർ മാത്രമായിരിക്കും. പക്ഷേ നമ്മൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡി നടത്തുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് ഷേപ്പ് കിട്ടുന്നത്. അപ്പം ഒരു ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്പാണ് നാനോ ട്യൂബിൻ്റെ ഷേപ്പ്. ഇവിടുത്തെ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷനാണ്. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് പോയിന്റുകൾ പറയാൻ പറ്റും. ഏതൊക്കെയാണ്? പ്ലാനാർ ആയിരിക്കും, അതുപോലെ തന്നെ ആരോമാറ്റിക് ആയിരിക്കും, ആ പോയിന്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ആറ്റോമിക് ലെയർ ആയിരിക്കും. ലെയർ ആയിട്ടുണ്ട്, സിംഗിൾ ആറ്റോമിക് ലെയറും ഉണ്ട്, മൾട്ടി ആറ്റോമിക് ലെയറും ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് സിംഗിൾ ആറ്റോമിക് ലെയർ ആയിരിക്കും. ആ സിംഗിൾ ആറ്റോമിക് ലെയറിനകത്തെ കാർബണിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഹെക്സഗണൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. കാർബണിൻ്റെ അറേഞ്ച്മെൻറ്റ്. കാർബൺ ആറ്റംസ് ആർ ഇൻവോൾവ് ഇൻ ആരോമാറ്റിക് റിംഗ്. നമ്മൾ പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ പറയുമ്പം ആരോമാറ്റിക് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാർബൺ ഡബിൾ ബോണ്ട്. ഈ കാർബൺ ഡബിൾ ബോണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എക്സാക്ട്ലി പ്ലാനാറിനോട് സിമിലർ ആകുന്നില്ല. നമ്മൾ പറഞ്ഞു sp2 ഹൈബ്രിഡൈസേഷനാണ് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ. അത് പറയുമ്പം പ്ലാനാരിറ്റി പറയണം, അതുപോലെ തന്നെ ആരോമാറ്റിക് പ്രോപ്പർട്ടി പറയണം. അപ്പോൾ ഇവിടെ പ്ലാനാറിൻ്റെ ബോണ്ട് ആംഗിളിനോട് സിമിലർ ആകുന്നില്ല. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. പ്ലാനാരിറ്റിയുടെ ബോണ്ട് ആംഗിളിനോട് സാദൃശ്യം ഉണ്ടാകുന്നില്ല, ഒന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് പ്യുവർ sp2 ഹൈബ്രിഡൈസേഷൻ അല്ല. ഇപ്പം പ്ലാനാരിറ്റിയും അതുപോലെ തന്നെ ആരോമാറ്റിക് ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കണം? പ്യുവർ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കണം. പക്ഷേ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഈസ് നോ ലോങ്ങർ പ്യുവർ ഹൈബ്രിഡൈസേഷൻ. അപ്പം എക്സാക്ട്ലി പ്യുവർ sp2 ഹൈബ്രിഡൈസേഷൻ അല്ല, പകരം
സം പെർസെൻറ്റേജ് ഓഫ് ദി sp3 ക്യാരക്ടർ. കുറച്ച് sp3 ക്യാരക്ടറും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം sp2ൻ്റെയും sp3യുടെയും ക്യാരക്ടർ കാണിക്കുന്നത് കൊണ്ടാണ് ബോണ്ട് ആംഗിളിൽ നിന്ന് പ്ലാനാർ കോമ്പൗണ്ടിൻ്റെ ബോണ്ട് ആംഗിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ബോണ്ട് ആംഗിൾ എവിടെ കാണിക്കുന്നത്, കാർബൺ നാനോ ട്യൂബിൽ കാണിക്കുന്നത്. അത് ഓർക്കുക, അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇപ്പം ഹൈബ്രിഡൈസേഷൻ രണ്ടിൻ്റെ കൂടെയും മിക്സർ കാണിക്കുന്നുണ്ട്. sp2 കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ sp3 ക്യാരക്ടറും കാണിക്കുന്നുണ്ട്. ഈ ബോണ്ട് ആംഗിളിൻ്റെ ചേഞ്ച് കൊണ്ട് ആക്റ്റീവായിട്ടുള്ള സർഫസ്, കാർബൺ നാനോ ട്യൂബിൻ്റെ സർഫസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആംഗിൾ ചേഞ്ച് റിസൾട്ട്സ് ഇൻ എ മോർ ആക്റ്റീവ് സർഫസ് ഓഫ് ദി കാർബൺ നാനോ ട്യൂബ്സ് കമ്പയർഡ് ടു ഇറ്റ്സ് ഗ്രാഫൈറ്റ് ഷീറ്റ്. ഗ്രാഫൈറ്റ് ഷീറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം ആക്റ്റീവായിട്ടുള്ള സർഫസ് ഏരിയ അല്ലെങ്കിൽ സർഫസ് കൂടുതൽ എവിടെയായിരിക്കും, കാർബൺ നാനോ ട്യൂബിലുണ്ടായിരിക്കും, ഈ ബോണ്ട് ആംഗിളിൻ്റെ വേരിയേജ് കാരണം. ദെൻ നെക്സ്റ്റ് വൺ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ്. Carbon nanotubes are mainly two types. രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ വാൾ കാർബൺ നാനോ ട്യൂബ്സ് SWCNTS ആൻഡ് മൾട്ടി വാൾ കാർബൺ നാനോ ട്യൂബ്സ് MWCNTS. ഈ മെയിനായിട്ടും ഈ രണ്ട് ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നും പറയാം. ഗ്രാഫീൻ ഷീറ്റിനെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ബോണ്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും, 3-fold ബോണ്ടിങ് ആയിരിക്കും കമ്പയർഡ് ടു ഗ്രാഫീൻ ഷീറ്റിനെ അപേക്ഷിച്ച് 3 മടങ്ങ് അധികമായിട്ടുള്ളൊരു ബോണ്ട് ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ ബോണ്ടിങ് ആയിരിക്കും കാർബൺ നാനോ ട്യൂബ്സിനകത്ത് കാണിക്കുന്നത്. കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത് ഈസ് സ്ട്രോങ്ങർ ദാൻ ദി ഡയമണ്ട് ആൻഡ് ഗ്രാഫീൻ. ഡയമണ്ടിൻ്റെയും ഗ്രാഫീൻ്റെയും ബോണ്ട് ലെങ്തിനെ കഴിഞ്ഞും സ്ട്രോങ്ങർ ബോണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ബോണ്ട് ലെങ്ത് ആയിരിക്കും ഇവിടെ കാർബൺ നാനോ ട്യൂബ്സിലായിട്ട് കാണപ്പെടുന്നത്. ഗ്രാഫീൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 0.14 നാനോമീറ്ററും ഡയമണ്ടിൻ്റെ 0.15 നാനോമീറ്ററും ആയിരിക്കും ബോണ്ട് ലെങ്ത്. അപ്പം അതിനേക്കാളും കുറവാണ് ഇതിൻ്റെ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ബോണ്ട് ലെങ്ത്. അപ്പം നമുക്ക് പറയാം ഈ കാർബണിനെയും ഗ്രാഫീനെയും അപേക്ഷിച്ച് സ്ട്രോങ്ങർ ബോണ്ടായിരിക്കും ഇതിന് കാർബൺ നാനോ ട്യൂബ്സിന്. ഇതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസൊക്കെ കണ്ടുപിടിക്കുന്നത് AFM ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി മെത്തേഡ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. സ്ട്രെങ്തും വെയിറ്റ് റേഷ്യോയും വളരെ ഹൈ ആയിരിക്കും. അപ്പം സ്ട്രെങ്ത് കൂടുതലും വെയിറ്റ് കുറവുമായിരിക്കും. അപ്പം എന്താണ് അവിടെ ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷനകത്ത് ഇമ്പോർട്ടൻ്റ് റോളായിരിക്കും കാർബൺ നാനോ ട്യൂബ് വഹിക്കുന്നത്. ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റ് ടു കെമിക്കൽ അറ്റാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ ബോണ്ട് ലെങ്ത് കുറവാണ്, അതുപോലെ തന്നെ ആ ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കെമിക്കൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഇവിടെ ഡെൻസിറ്റി മൾട്ടി വാലൻ MWCNTക്ക് ആയിരിക്കും ഡെൻസിറ്റി കൂടുതൽ കമ്പയർഡ് ടു സിംഗിൾ വാലൻ കാർബൺ നാനോ ട്യൂബിനെ അപേക്ഷിച്ച്. ദെൻ ഓക്സിഡേഷൻ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. ഡിഫിക്കൽട്ട് ടു ഓക്സിഡേഷൻ. അപ്പം ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ തന്നെ ഓക്സിഡേഷൻ ഇൻ നാനോ ട്യൂബ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഫൈബർ. കാർബൺ ഫൈബറിനെ ഓക്സിഡേഷൻ നടക്കുന്ന ടെമ്പറേച്ചറിനെ കഴിഞ്ഞും 100 ഡിഗ്രി കൂടുതലായിരിക്കണം കാർബൺ നാനോ ട്യൂബ് ഓക്സിഡേഷൻ നടക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ സർഫസ് ഏരിയ ഓഫ് നാനോ ട്യൂബ്സ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഗ്രാഫൈറ്റിനെ കഴിഞ്ഞും സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പം അബ്സോർബിങ് ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ അബ്സോർബിങ് ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട് ഇത് കാർബൺ നാനോ. ദെൻ ആപ്ലിക്കേഷൻസ്, ദ യൂസ് ഓഫ് നാനോ ട്യൂബ് ആസ് എ ഇലക്ട്രിക് കണ്ടക്ടർ. അപ്പം കാർബണിൻ്റെ മറ്റുള്ള അപേക്ഷിച്ച് ഗ്രാഫൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ എന്താണ് നോൺ കണ്ടക്ടറാണ്, അല്ലേ, ഇൻസുലേറ്ററാണ്. പക്ഷേ ഇവിടെ കാർബൺ നാനോ ട്യൂബ് ഇലക്ട്രിക് കണ്ടക്ടറാണ്.
അപ്പം ഇലക്ട്രിക് കണ്ടക്ടർ ട്രാൻസിസ്റ്ററിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സെമി കണ്ടക്ടറിന് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ആപ്ലിക്കേഷനാണ്. നാനോ ടിപ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് നാനോ പ്രോബ്സ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ യൂസിങ് AFM, ആറ്റം ഫോഴ്സ് മൈക്രോസ്കോപ്പ് ആൻഡ് STEM, സ്കാനിങ് ടണലിങ് മൈക്രോസ്കോപ്പ്. അതിൻ്റെയൊക്കെ ടിപ്പ്, ഒരു ചെറിയ ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ടിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കണ്ടക്ടറാണ്, അതുകൊണ്ടാണ് ഇത് അവിടെ യൂസ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ആപ്ലിക്കേഷനാണ് ഫ്യൂവൽ സെല്ലിനകത്തൊരു ആപ്ലിക്കേഷനുണ്ട്, ഓട്ടോമൊബൈൽസിനകത്തെ ഫ്യൂവൽ സെൽ. അപ്പം ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽ സെൽ ആപ്ലിക്കേഷൻ ഫോർ ഓട്ടോമൊബൈൽസ്. ഇവിടെ കാർബൺ നാനോ ട്യൂബ് ഹൈഡ്രജൻ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം ഫ്യൂവൽ സെല്ലിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ് ഹൈഡ്രജൻ. അപ്പം ഈ ഹൈഡ്രജൻ്റെ സ്റ്റോറേജിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യാം. അപ്പം ഓർക്കുക അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പം ഇത്രയേ ഉള്ളൂ കാർബൺ നാനോ ട്യൂബിനെ കുറിച്ച്. അപ്പം അതിൻ്റെ സിന്തസൈസ്, ഫിസിക്കൽ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ആപ്ലിക്കേഷൻസ്, സിന്തസൈസ് ഒക്കെ നോക്കുക. താങ്ക് യു.